ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. അപ്പയും മമ്മിയും സെലി ആൻറ്റിയെയും ചേട്ടനെയൊക്കെ കൂട്ടി ഒരടുത്തൊരു സ്ഥലം വരെ. ആർക്കെങ്കിലും സ്ഥലമൊന്ന് ഗസ് ചെയ്യാവോ? വേറെ എവിടെയല്ല, നമ്മുടെ അൽഫോൻസാമ്മയുടെ അടുത്തേക്ക്. പാലക്കാരാണെങ്കിൽ അറിയാം, നമുക്ക് മാസത്തിലൊന്നെങ്കിലും അൽഫോൻസാമ്മയുടെ അടുത്തൊന്ന് പോയി മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടത്തില്ല. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാനും. ഞാൻ മാത്രമല്ല, എൻ്റെ ചേട്ടന് ഞാനും ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. നമ്മുടെ കാര്യങ്ങളൊക്കെ അൽഫോൻസാമ്മയായിട്ടൊന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. ഇന്ന് ആ യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അൽഫോൻസാമ്മയുടെ പള്ളിയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പാല കഴിഞ്ഞ് ഭരണങ്ങാനം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഞങ്ങളിപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ കുർബാനയുടെയും ടൈമാണ്. ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിംഗ് കിട്ടാൻ തന്നെ നല്ല ടഫാണ്. കാരണം മലയാളികൾ മാത്രമല്ല ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. നോർത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മൾ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പള്ളിയിലോട്ട് കയറിപ്പോകാൻ ഇതുപോലെ കുറേ സ്റ്റെപ്പുകളുണ്ട്. ഞങ്ങൾ പോയൊരു നല്ല വെയിലിൻ്റെ സമയത്താണ്. അതാണ് മമ്മിയും ലുക്കായൊക്കെ കുടയൊക്കെ ചൂടി ഇങ്ങനെ പോണത്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് നമ്മുടെ കൂടെ ലുക്കായും ഉണ്ട്, റൂത്തും ഉണ്ട്. ഇവർ രണ്ടുപേരുടെയും കാര്യം പറയാൻ വിട്ടുപോയി. അപ്പം ഇത് രണ്ടുപേരും ചാടി ചാടി സ്റ്റെപ്പൊക്കെ കയറി പോവുകയാണ്. ലൂക്ക പിന്നെ മമ്മിയുടെ കുടയ്ക്കൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ ഇല്ല, അവൻ ഓടുവാണ്. അങ്ങനെ ഞങ്ങൾ കയറി മുകളിലെത്താറായി. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് കുർബാനയുടെ ടൈമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് അകത്ത് കയറി അൽഫോൻസാമ്മയുടെ കബറിടം ഉണ്ടല്ലോ, അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ലായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് സാധിച്ചു. ഇതുണ്ട്, നല്ല തിരക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ മറ്റേ സൈഡ് പോർഷനിലേക്ക് പോവുക, കാരണം ഇവിടെയാണ് നമ്മുടെ അൽഫോൻസാമ്മ കബറിടം. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കാമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ഓൾറെഡി കയറി പ്രാർത്ഥിച്ചു. അതിന് ശേഷമുള്ള വീഡിയോ, കാരണം അത് എടുക്കാൻ പറ്റില്ല, കാരണം കുർബാനയുടെ ടൈം ആയതുകൊണ്ട്. പിന്നെ കുർബാന കഴിഞ്ഞതിന് ശേഷം ഞാൻ അകത്ത് കയറി ഞാനും റൂത്തും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവരൊക്കെ സൈഡിലൊക്കെ ഈ കൊന്തയൊക്കെ വിൽക്കുന്ന കട അവിടെ പോയി. അതുപോലെ തന്നെ ലവ് ബേഴ്സിൻ്റെ സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ പോയി ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം പള്ളിക്കകത്ത് കയറി ഇന്ന് പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ അടുത്ത കുർബാനയുടെ ടൈമാവും. ഇങ്ങനെ അടുപ്പിച്ചായിരിക്കും ഞായറാഴ്ച കുർബാന. നല്ല തിരക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഗ്രോട്ടോ ഉണ്ട് ഒരു സൈഡിലായിട്ട്. പിന്നെ അവരുടെ റിട്രീറ്റ് സെൻറ്റർ ഉണ്ട്. ഞങ്ങൾ ഈ ബാക്കിൽ കുറേ ലവ് ബേഴ്സ് ഉണ്ട്, നല്ല രസമാണ് കാണാൻ. അപ്പം ഞങ്ങൾ അവിടെ വന്ന് ഫോട്ടോ എടുക്കും, പിള്ളേരുടെ കൂടെ ഇങ്ങനെ കുറച്ച് നല്ല നിമിഷങ്ങൾ ചിലവഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം കോട്ടയംകാരാണെങ്കിൽ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഹോളിഡേയ്സിലോ വീക്കെൻഡിലോ ഒക്കെ വന്ന് ഫാമിലിയായിട്ട് വന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ഇതിൻ്റെ ഒരു അനുഗ്രഹം കിട്ടും. ഇനി അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു സമാധാനം കിട്ടും. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു സ്ട്രെസ്സ് ഉള്ളവരാണ്. നമ്മുടെ ജോലിയുടെ സ്ട്രെസ്സാവാം, ഫാമിലിയുടെ ഒരു സ്ട്രെസ്സാവാം. അതിനൊക്കെ ഒരു സൊല്യൂഷൻ നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പം എല്ലാവരും ഒന്ന് ഇവിടെ വരാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ അടുത്തെത്തി നമുക്ക് എത്രയും പെട്ടെന്ന് അനുഗ്രഹങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഈ ലവ് ബേഴ്സിനെ കണ്ടാൽ മനസ്സിലാവും, നല്ല ഭംഗിയാണ് ഈ ലവ് ബേഴ്സിനെ കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.